അല്ലെ ബാക്കിയുള്ളവർ എന്താ പൊട്ടന്മാരോ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ജിസേൽ ടക്കറാളുണ്ട്. ആദ്യം എനിക്കുള്ളായിരുന്ന ഒരു ഒപ്പീനിയനാണ് ഇത്. ബട്ട് ഇപ്പോൾ എൻ്റെ ഒപ്പീനിയൻ മാറി ഓൺലി ബിക്കോസ് ഓഫ് അനുമോൾ എന്ന് പറയേണ്ടി വരും. ബിക്കോസ് അനുമോൾ അവിടെ ചെയ്തു കൊടുത്തത് ഒരു മണ്ടത്തരമാണ് അനുമോൾ ചെയ്തത്. ബിക്കോസ് അനുമോൾ ജിസേലിനെ കൂടുതൽ പോസിറ്റീവ് ആക്കുകയാണ് ചെയ്തത്. ജിസേൽ ടക്കറാൾ ചെയ്തത് ഉറപ്പായിട്ടും തെറ്റ് തന്നെയാണ്. ബാക്കിയുള്ള കോണ്ടസ്റ്റൻസ് ഒക്കെ റൂൾ ഒക്കെ അനുസരിച്ച് നിൽക്കുമ്പോൾ ജിസേൽ ഒരുപാട് റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ലിപ്സ്റ്റിക്കും പിന്നെ എന്തൊക്കെയോ മേക്കപ്പ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇതിനൊന്നും ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ഇതും പറഞ്ഞത് ശരി തന്നെയാണ്. അനുമോൾ മാത്രമാണ് ചോദിച്ചത്. ബട്ട് ഈ ചോദിച്ച രീതിയും അതിൻ്റെ പിന്നിൽ പറഞ്ഞ കുറേ കാര്യവും ഭയങ്കര തെറ്റാണ്. ഇതിനൊന്നും അവർ തിരിച്ചു ചോദിക്കാനുള്ള ഒരു കോണ്ടസ്റ്റൻസും ഇല്ല അവിടെ. ലാലേട്ടൻ പറഞ്ഞു കൊടുത്തു നിങ്ങളെ മൊണ്ണകളെന്ന് വിളിച്ചു. എന്നിട്ട് അവർ മൊണ്ണകളെ പോലെ തന്നെയാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത്. മൊണ്ണകളെന്ന് വിളിച്ചിട്ടും അതിനൊന്നും റിറ്റാലിയേറ്റ് പോലും ഒരൊറ്റ കോണ്ടസ്റ്റൻസ് പോലും ചെയ്തിട്ടില്ല. അനീഷ് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കോണ്ടസ്റ്റൻസും അതിനെക്കുറിച്ച് തിരിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജിസേൽ ടക്കറാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ബട്ട് അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് വിട്ടാൽ, ഈ റൂൾ ബ്രേക്ക് വിട്ടാൽ ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്നുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ ജിസേൽ ടക്കറാൾ. ബട്ട് അവിടെ കോംബോ പിടിച്ച് പോയാൽ മേ ബി ഗെയിം ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് ജിസേൽ ടക്കറാൾ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇത്രയുള്ള എനിക്ക് പറയാൻ. അപ്പോൾ എൻ്റെ ഒപ്പീനിയനായിട്ട് നിങ്ങൾക്ക് ഡിസഗ്രീമെൻറ്റ് ഉണ്ടാവാം, ഓർ മേ ബി എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ശരിയായി തോന്നുന്നുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എന്തായാലും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.